ഹലോ, കൺസെൻറ്റിനെ കുറിച്ച് നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ടായിരിക്കുമല്ലേ? പക്ഷേ ഇപ്പോഴും സ്ത്രീകൾക്കെതിരെ എന്തെങ്കിലും അബ്യൂസ് കിടക്കുമ്പോൾ കോമണായി കേൾക്കുന്ന കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ട്. അവൾ ആ സമയത്ത് എന്തിനാണ് ഇറങ്ങിയത്? അവൾ എന്തിനാണ് ഡ്രസ്സ് ഇട്ടത്? അല്ലെങ്കിൽ അവൾ സമ്മതിച്ചിട്ടായിരിക്കും. ശരിക്കും എന്താണ് കൺസെൻറ്റ്? ഒരു നാരങ്ങ വെള്ളം കുടിക്കുന്ന എളുപ്പത്തിൽ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ജയകൃഷ്ണൻ നാരങ്ങ വെള്ളം വേണമെന്ന് ചോദിക്കുമ്പോൾ ഋഷിക്ക് എന്തൊക്കെ ഓപ്ഷൻ ഉണ്ട്? ഒന്ന്, ഋഷിക്ക് പറയാം ആ വേണം. ഇൻ ദാറ്റ് കേസ് ജയകൃഷ്ണൻ നാരങ്ങ വെള്ളം ഉണ്ടാക്കി കൊടുക്കാം. ഋഷി അത് സന്തോഷത്തോടു കൂടി കുടിക്കും. നാരങ്ങ വെള്ളം വേണമെന്ന് ഋഷിക്ക് ഉറപ്പില്ലെങ്കിലോ? കുടിക്കാൻ വല്ലതും വേണോ? ഒന്നും പറയാറായിട്ടില്ല. ജയകൃഷ്ണൻ ചോദിക്കുമ്പോൾ ഋഷിയുടെ മറുപടി ഉറപ്പില്ല, ഒരു പക്ഷേ കുടിക്കാമെന്നായിരിക്കും. ഇൻ ദിസ് കേസ് ജയകൃഷ്ണന് നാരങ്ങ വെള്ളം ഉണ്ടാക്കാം, കൊടുക്കാം. പക്ഷേ ഋഷി അത് കുടിക്കുമെന്ന് അസ്യൂം ചെയ്യരുത്. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഋഷി അത് കുടിച്ചില്ലെങ്കിൽ ഒരു കാരണവശാലും നിർബന്ധിച്ച് കുടിപ്പിക്കാൻ നോക്കരുത്. നാരങ്ങവെള്ളം വേണ്ട, അത്രയേ ഉള്ളൂ. ഇനി ജയകൃഷ്ണൻ നാരങ്ങവെള്ളം കുടിക്കാനുള്ള മൂഡിലല്ലെങ്കിലോ? വേണ്ട, കണ്ടാത്തോണ്ട. ഇൻ ദിസ് കേസ് കാര്യം സിമ്പിളാണ്. നാരങ്ങവെള്ളം ഉണ്ടാക്കാനേ പോണ്ട, ആർക്കും നാരങ്ങവെള്ളത്തിൻ്റെ ആവശ്യമില്ല. ഇനി ജയകൃഷ്ണൻ ചോദിച്ചപ്പോൾ ഋഷിക്ക് നാരങ്ങവെള്ളം വേണമായിരുന്നു. പക്ഷേ വെള്ളം ഇട്ട് കഴിഞ്ഞപ്പോൾ ഋഷിയുടെ മനസ്സ് മാറി. സോ എന്ത് ചെയ്യും ഇൻ ദിസ് കേസ്? സിമ്പിൾ, നാരങ്ങവെള്ളത്തിൻ്റെ ആവശ്യമില്ല. ആൾക്കാർക്ക് അവരുടെ മനസ്സ് മാറ്റാനുള്ള പരിപൂർണ സ്വാതന്ത്ര്യമുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അൺകോൺഷ്യസ് പീപ്പിൾ ഡസൻ വാണ്ട് ബോഞ്ചി വെള്ളം. അവർക്ക് കൺസെൻറ്റ് തരാൻ പറ്റില്ല. സോ അവർക്ക് വേണ്ടി നാരങ്ങ വെള്ളം ഇടാൻ പോകരുത്, കൊടുക്കാൻ നോക്കരുത്, നിർബന്ധിക്കരുത്. സിമ്പിൾ. സെക്സ് ആയാലും നാരങ്ങ വെള്ളം ആയാലും കൺസെൻറ്റാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്.